ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഭവമാണ് നേപ്പാളി ചുക്കൗനി. ചോറിന്റെയും ചപ്പാത്തിയുടെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിനാദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിൽ ഒരു വിസിലിൽ വേവിച്ചെടുത്താലും മതി. ഇനി അടുത്തായിട്ട് സവാളയാണ് വേണ്ടത്. 2 ഇടത്തരം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ഇനി അടുത്തായിട്ട് 2 കപ്പ് തൈര് വേണം. നല്ല കട്ടി തൈര്, ഒരുപാട് പുളി ഇല്ലാത്തത് നോക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഉരുളക്കിഴങ്ങും സവാളയും മല്ലിയിലയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. കടുകെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. 2 ടീസ്പൂൺ കസൂരി മേത്തിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആംചൂർ പൗഡറാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. എനിക്ക് ആംചൂർ പൗഡറിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്തത്. അതുപോലെ കടുകെണ്ണയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം.